ശ്രീ മാത്യു കുഴൽനാടൻ MLA, താങ്കൾ ചർച്ചയിലേക്ക് വരുന്നതിന് തൊട്ടു മുൻപാണ് ഇപ്പോൾ KC വേണുഗോപാൽ PV അൻവറുമായി നിലവിലെ സാഹചര്യത്തിൽ ചർച്ച നടത്തില്ല എന്നൊരു തീരുമാനം ഞങ്ങളുടെ പ്രതിനിധി ദീപക് ധർമ്മടം കോഴിക്കോട്ട് നിന്ന് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതോടുകൂടി ശ്രീ മാത്യു കുഴൽനാടൻ PV അൻവറിനെ തൽക്കാലം വേണ്ട എന്ന ഒരു തീരുമാനത്തിലേക്ക് അതിൻ്റെ ഒരു ഏകരൂപത്തിലേക്ക് UDF-ഉം കോൺഗ്രസും ഒക്കെ എത്തുകയാണോ? അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത്? പിന്നെ പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ, UDF-ലേക്ക് വരാൻ വേണ്ടി ഒരു മാസം മുമ്പ് കത്ത് നൽകി കാത്തിരിക്കുന്ന PV അൻവർ പരമാവധി വിട്ടുവീഴ്ചകൾ ചെയ്തു. ഇനി എന്ത് നിലപാടാണ് ഞാൻ വ്യക്തമാക്കേണ്ടതെന്ന് PV അൻവറിന്റെ സ്വരത്തിലുള്ളത് വിലാപമാണോ അതോ ധാർഷ്ട്യമാണോ? എങ്ങനെയാണ് ശ്രീ മാത്യു കുഴൽനാടൻ താങ്കൾ കാണുന്നത്? ഇതിൽ എനിക്ക് തോന്നുന്നു ഗോപി, നമ്മൾ ഇപ്പം വാർത്തകൾക്ക് ഒരു സെൻസിറ്റിവിറ്റി ആഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും പറയുന്നതും ഈ രാഷ്ട്രീയത്തെ ഒരു പ്രായോഗികമായി സമീപിക്കുന്നതും യഥാർത്ഥങ്ങൾ ജനങ്ങളെ എത്തിക്കുന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ KC വേണുഗോപാൽ ഇന്ന് അൻവറിന് കൂടിക്കാഴ്ച നിഷേധിച്ചു എന്ന ഒരു വാർത്ത എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ ഏത് കോണ്ടെക്സ്റ്റിൽ അല്ലെങ്കിൽ ഏത് സോഴ്സിൽ നിന്നാണ് അങ്ങനെ കൺഫേം ചെയ്യുന്നത്. കാരണം ഇവിടെ ഒരു പ്രോസസ്സ് വളരെ കാലമായി നിലനിൽക്കുന്ന ഒരു പ്രോസസ്സുണ്ട്. അതായത് സംസ്ഥാന തലത്തിലെ തീരുമാനങ്ങൾ ആദ്യം സംസ്ഥാന തലത്തിൽ ഒരു അഭിപ്രായ ഐക്യമോ ഒരു അഭിപ്രായ രൂപീകരണമോ ഉണ്ടായതിന് ശേഷം അത് ഹൈക്കമാൻഡ് പ്ലേസ് ചെയ്യുകയും ആ ഘട്ടത്തിൽ ഹൈക്കമാൻഡ് അതിൻ്റെ അകത്ത് അവരുടെ ഒപ്പീനിയൻ പറയുകയും അതിന് വാലിഡേറ്റ് ചെയ്യുക ഒന്നല്ലെങ്കിൽ അതിനെ അപ്രൂവ് ചെയ്യുകയും അത് എന്തെങ്കിലും മാറ്റങ്ങൾ വേണ്ടതാണെങ്കിൽ അവർ നിർദ്ദേശിക്കുകയും ചെയ്യുന്നതാണ് ഒരു പ്രോസസ്സ്. അത് ഇന്നൊന്നിലും തുടങ്ങിയതല്ല, അത് വളരെ കാലമായി കേരളത്തിലെ കോൺഗ്രസിൽ നടക്കുന്ന ഒരു പ്രാക്ടീസാണ്. ഈവൻ സ്ഥാനാർത്ഥി ഒറ്റ പേര് തീരുമാനിച്ചാൽ തന്നെയും ആ പേര് സ്വാഭാവികമായിട്ടും ഹൈക്കമാൻഡിലേക്ക് പോവുകയും ഹൈക്കമാൻഡ് അത് അപ്രൂവ് ചെയ്യും, ചിലപ്പോൾ അത് റീകൺസിഡർ ചെയ്യാൻ പറയും. അപ്പോൾ ഈ അൻവറിൻ്റെ വിഷയത്തിൽ സ്വാഭാവികമായിട്ടും സംസ്ഥാന തലത്തിൽ ഒരു തീരുമാനം ഓൾറെഡി ഇവിടെ പറഞ്ഞല്ലോ. അൻവറിൻ്റെ നിലപാട് എന്താണ് എന്ന് അറിഞ്ഞിട്ട് UDF പ്രതികരണം പറയുമെന്ന് UDF നേതാക്കന്മാരുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം അല്ലെങ്കിൽ വേണ്ട കൂടിയാലോചന നടത്തിയ ശേഷം ഔദ്യോഗികമായ ഒരു സ്റ്റാൻഡ് കോൺഗ്രസിൻ്റെ KPC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ചേർന്ന് എടുത്തിട്ടുണ്ട്, അത് പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്നും മാറ്റം വരുന്ന അതിനപ്പുറത്തേക്ക് കടക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടായിട്ടില്ല. അല്ലെങ്കിൽ അൻവർ ആ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ നിലപാട് അസന്നിഗ്ധമായി വ്യക്തമാക്കിയിട്ടില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇനി ഫർദർ KC വേണുഗോപാൽ ഡയറക്റ്റായി അങ്ങനെ ഒരു പ്രോസസ്സ് ഇല്ല ഇവിടെ. KC വേണുഗോപാലിൻ്റെ ഒരു പൊസിഷനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഹൈക്കമാൻഡ് റെപ്രസെൻറ്റേറ്റീവാണ്. ഹി വോണ്ട് ഗെറ്റ് ഇൻ ടു ഓൾ സില്ലി മാറ്റേഴ്സ് ഇൻ കേരള. ഇപ്പോൾ കേരളത്തിലെ എല്ലാ മാറ്റേഴ്സും ദൈനംദിന കാര്യങ്ങൾ അദ്ദേഹം അങ്ങനെ ഇടപെട്ട അഭിപ്രായം പറയുക, അല്ലെങ്കിൽ അദ്ദേഹത്തെ പോയി കണ്ട് അങ്ങനെ അഭിപ്രായം മാറ്റുകയോ അല്ലെങ്കിൽ ഇവിടെ ഇന്ന പോലെ ചെയ്യുന്ന മോളിൽ നിന്ന് പറയുക, അങ്ങനത്തെ ഒരു പ്രക്രിയ ഇല്ല ഇവിടെ. അപ്പോൾ അതുകൊണ്ട് ആ കാണൽ നിഷേധിച്ചു എന്ന് പറഞ്ഞതിൽ അർത്ഥമില്ല. കാരണം ചിലപ്പോൾ ശരിയായിരിക്കും. ഈ ചെറിയ സാങ്കേതിക പ്രശ്നം ഉണ്ടായിട്ടുണ്ടല്ലോ ശ്രീ മാത്യു കുഴൽനാടൻ. പറഞ്ഞോളൂ. അല്ല, ഞാൻ പറഞ്ഞ അദ്ദേഹം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളും അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലും ഒക്കെ ഒരു ഡയറക്ഷൻ ഒക്കെ ഉണ്ടാക്കേണ്ടതുണ്ട്. അപ്പോൾ നേതാക്കന്മാരെ പലരും അദ്ദേഹം കൂടിയാലോചനയ്ക്ക് വിളിച്ചിട്ടുണ്ട്, അദ്ദേഹത്തെ കാണുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അത് നടക്കുന്നുണ്ടാവും. പക്ഷെ അതിൻ്റെ അർത്ഥം ഇതൊരു അൻവറിന് കാണാനുള്ള അനുമതി നിഷേധിച്ചു അല്ലെങ്കിൽ അങ്ങനെയൊന്നും. ഞാൻ ശ്രീ മാത്യു കുഴൽനാടൻ, താങ്കൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഞാൻ എൻ്റെ 1-2 സംശയങ്ങളൊന്നും ഞാൻ താങ്കളുടെ മുന്നിൽ താങ്കൾ പറയണം, ഞാൻ ഒന്ന് പ്രസന്റ് ചെയ്യുകയാണ്. താങ്കൾ പറഞ്ഞത് വാർത്തയുടെ സെൻസിറ്റീവ് സ്വഭാവത്തിന് വേണ്ടി നമ്മളൊരു കാര്യം ജനങ്ങളുടെ മുന്നിൽ പറയുന്നതും പിന്നെ രാഷ്ട്രീയത്തിൻ്റെ പ്രായോഗിക സ്വഭാവത്തിനനുസരിച്ച് കാര്യങ്ങൾ മാറുന്നതും രണ്ടാണ്. എനിക്കും അതിനോട് ഒരു പരിധിവരെ യോജിപ്പുണ്ട്. കാരണം അതേസമയം തന്നെ പല രാഷ്ട്രീയ സന്ദേശങ്ങളും പല രാഷ്ട്രീയ തീരുമാനങ്ങളും വരാനിരിക്കുന്ന രാഷ്ട്രീയ തീരുമാനങ്ങളുടെ ഒക്കെ സൂചനകൾ വരുന്നത് ഇത്തരത്തിലുള്ള അതിനെ വ്യാഖ്യാനിക്കുക എന്നൊരു ദൗത്യം കൂടി മാധ്യമങ്ങൾക്കുണ്ട്. താങ്കൾ അതിൽ എന്നോട് യോജിക്കുമെന്ന് ഞാൻ കരുതുന്നു. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ഇപ്പോൾ താങ്കൾ പറഞ്ഞത് എന്തിനാണ് KC വേണുഗോപാലിനെ പോലെ ഒരാൾ ഇത്തരം സില്ലി മാറ്റേഴ്സിൽ ഇടപെടുന്നതെന്നാണ്. PV അൻവർ ഈ കേരളത്തിൽ അല്ലെങ്കിൽ നിലമ്പൂർ മണ്ഡലത്തിൽ ഉണ്ടായിരുന്ന അവിടുത്തെ ഒരു മുൻ MLA, ഇടതുമുന്നണിയുടെ ഭാഗമായിരുന്ന ആൾ എന്ന നിലയ്ക്ക് മാത്രമല്ല, ദേശീയ തലത്തിൽ ഇന്ത്യ സഖ്യത്തിനൊപ്പം നിൽക്കുന്ന തൃണമൂൽ കോൺഗ്രസിൻ്റെ കേരളത്തിലെ കൺവീനർ കൂടിയാണ്. തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രതിനിധി കൂടിയായ PV അൻവറിനെ UDF-ന്റെ ഭാഗമാക്കുന്ന കാര്യത്തിൽ KC വേണുഗോപാലിനെ പോലെ ഒരു ദേശീയ കോൺഗ്രസ് നേതാവിന് പങ്കുണ്ട്, അദ്ദേഹത്തിന് അഭിപ്രായമുണ്ടാകും. അതുകൊണ്ട് തന്നെ അൻവർ ഏതെങ്കിലും തരത്തിലൊരു കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറെടുത്തിട്ടുണ്ടെങ്കിൽ അതിന് അനുമതി നൽകുന്നതും നിഷേധിക്കുന്നതിനും വാർത്താ പ്രാധാന്യമുണ്ട്. അതിൻ്റെ ഒരു സെൻസിറ്റീവ് സ്വഭാവത്തിനോ
സ്വഭാവത്തിനൊപ്പം തന്നെ, സെൻസേഷണൽ സ്വഭാവത്തിനൊപ്പം തന്നെ അങ്ങനെ ഒരു വാർത്താ പ്രാധാന്യമുണ്ട് എന്ന് കരുതുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ് ഞാൻ. താങ്കൾക്ക് യോജിക്കാം വിയോജിക്കാം. ഇനി രണ്ടാമത്തെ കാര്യം, മുസ്ലിം ലീഗിൽ PK കുഞ്ഞാലിക്കുട്ടിയെ പോയി കണ്ടു, PV അബ്ദുൾ വഹാബിനെ പോയി കണ്ടു, കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളുമായി ആശയവിനിമയം നടത്തി PV അൻവർ. എന്നിട്ട് ഇതിനെല്ലാം ശേഷം വന്ന പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണത്തിനെ തുടർന്നാണ് PV അൻവർ പറയുന്നത്, എൻ്റെ മുഖത്തേക്ക് ചെളിവാരി എറിഞ്ഞിരിക്കുന്നു, ഞാൻ കാല് പിടിക്കുമ്പോൾ എൻ്റെ മുഖത്ത് ചവിട്ടുന്നു എന്നൊക്കെയുള്ള പ്രതികരണം. ഇനി എൻ്റെ ഏക പ്രതീക്ഷ KC വേണുഗോപാലാണെന്ന് പറയുമ്പോൾ ആ കൂടിക്കാഴ്ചയ്ക്ക് അനുമതി നിഷേധിച്ചാൽ അതിന് ഒരു രാഷ്ട്രീയ പ്രാധാന്യവും വാർത്താ പ്രാധാന്യവും ഇല്ലേ? ശ്രീ മാത്യു കുഴൽനാടൻ, എങ്ങനെ നിഷേധിക്കാൻ കഴിയും? അല്ല, ഞാൻ അങ്ങയുടെ ആർഗ്യുമെൻറ്റ്സിന് സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. KC വേണുഗോപാൽ ഇന്ന് വന്നിറങ്ങിയപ്പോൾ തന്നെ മാധ്യമങ്ങൾ അദ്ദേഹത്തോട് ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം ചോദിച്ചിരുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രതികരണം കണ്ടതാണ്. അദ്ദേഹം PV അൻവറിനോടുള്ള നിലപാട് എത്രയോ ഒരുപക്ഷെ ഒരു സാധാരണഗതിയിൽ ഞാൻ വിചാരിച്ച ഹൈക്കമാൻഡിൻ്റെ ഒരു ഭാഗമായിരിക്കുന്ന നിലയിൽ അദ്ദേഹം കമൻറ്റ് ചെയ്യാൻ റെഫ്യൂസ് ചെയ്യുന്നതാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ അദ്ദേഹം വളരെ പറയാവുന്നതിൻ്റെ മാക്സിമം ക്ലാരിറ്റിയിൽ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ സമീപനം എന്താണ്. പിന്നെ എല്ലാ സമയത്തും കാലത്തെ പറഞ്ഞത് ഉച്ചയ്ക്ക് പറഞ്ഞത് വൈകിട്ട് ആവർത്തിക്കുകയോ അല്ലെങ്കിൽ കാലത്തെ പറഞ്ഞ് ഉച്ചയാകുമ്പോൾ മാറും, ഉച്ചയ്ക്ക് പറഞ്ഞ് വൈകുന്നേരം മാറുകയോ PV അൻവർ പറയുന്ന ഇതുപോലെ അല്ലല്ലോ അവരുടെ രീതി. അവർ പറയാനുള്ള പറഞ്ഞു, UDFിൻ്റെ ഭാഗമായി പ്രവർത്തിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് എന്ന് വളരെ സ്പഷ്ടമായും വ്യക്തമായും KC വേണുഗോപാൽ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഹൈക്കമാൻഡ് അടക്കം ആ നില. പക്ഷെ അതിന് വേണ്ടിയിട്ടുള്ള പ്രോസസ്സ് നടക്കേണ്ടത് സ്റ്റേറ്റിലാണ്. ആ പ്രോസസ്സിൽ അദ്ദേഹം അങ്ങനെ നേരിട്ട് ഇടപെടുമെന്ന് ഞാൻ കരുതുന്നില്ല, എനിക്കറിയില്ല. സ്വാഭാവികമായിട്ടും അങ്ങനെ സാധ്യതയില്ല. കാരണം അത് ഇവിടുത്തെ നേതാക്കന്മാരുടെ അഭിപ്രായത്തിനൊപ്പം KC വേണുഗോപാൽ നിൽക്കത്തുള്ളൂ, പാർട്ടി തീരുമാനത്തിനൊപ്പം മുന്നണി തീരുമാനത്തിനൊപ്പം അദ്ദേഹം നിൽക്കത്തുള്ളൂ. അതല്ലാണ്ട് ഇവിടുത്തെ കോൺഗ്രസ് പാർട്ടി ഒരു തീരുമാനം എടുത്ത് കഴിയുമ്പോൾ അപ്പം തന്നെ KC വേണുഗോപാൽ അത് ഡൽഹിയിൽ നിന്ന് മാറ്റുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? PV അൻവർ പറയുന്നതിനൊപ്പം അങ്ങനെ പാർട്ടിയും അതേപോലെ KC വേണുഗോപാലിനെ പോലെ റെസ്പോണ്ട് ചെയ്യുമെന്ന് നമ്മൾ വിചാരിക്കുന്നത് അത്ര കറക്റ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിന് എന്തും പറയാം. അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ പോലെ പലർക്കും പല കാര്യങ്ങൾക്കും KC വേണുഗോപാലിനെ സമീപിക്കുന്നുണ്ട്, ശരിയാണ്. കോൺഗ്രസിനകത്തും അല്ലാത്ത പാർട്ടികളിലും ഒക്കെ ആളുകൾ പല കാര്യങ്ങൾക്കും പല അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും അവരുടെ ആശങ്കകൾ പറയാനും അല്ലെങ്കിൽ അവരുടെ കൺസേൺസ് പറയാനും ഒക്കെ KC വേണുഗോപാലിനെ കാണാറുണ്ട്. അത് കാണുന്നതിനൊന്നും ആർക്കും തടസ്സം ഉണ്ടാവും തോന്നുന്നില്ല. അദ്ദേഹം സമയം അനുവദിക്കാതിരിക്കുന്നത് കാണാനും പ്രയാസം ഉണ്ടാവത്തില്ല. പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഇപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞു, അപ്പോൾ ഓരോ ഇഷ്യൂവിൻ്റെയും ഒരു ഗ്രാവിറ്റി അനുസരിച്ചൊക്കെ അല്ലേ ഹാൻഡിൽ ചെയ്യുന്നത്. അതല്ലാണ്ട് അതിനപ്പുറത്തേക്കുള്ളൊരു ഒരു സെൻസിറ്റിവിറ്റി അതിനുണ്ടോ എന്നാണ് ഞാൻ നിങ്ങളോട് ലഘുവായി ചോദിക്കാൻ ശ്രമിച്ചത്. നിങ്ങളുടെ ഒരു മാധ്യമങ്ങളുടെ ഒരു ക്യൂരിയോസിറ്റിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വർക്കിനെ ഞാൻ ഇത് ചെയ്തതല്ല. യു ക്യാൻ ഡെഫിനറ്റ്ലി എയർ യുവർ വ്യൂസ്. പക്ഷേ ഞാൻ പറയുന്നത് കോൺഗ്രസ് പോലൊരു പാർട്ടിക്കകത്ത് അതിൻ്റെ ഒരു പ്രോസസ്സ് ഉണ്ട് എന്ന് അറിയാവുന്നവരാണ് ഞങ്ങൾ എന്നതുകൊണ്ടാണ് ഞങ്ങളത് പറഞ്ഞത്. ഇപ്പം ഞാൻ ഇന്ന് കണ്ടൊരു വാർത്ത, പ്രതിപക്ഷ നേതാവ് ഒറ്റയ്ക്ക് തീരുമാനിക്കേണ്ട എന്ന് പല മാധ്യമങ്ങളും പറഞ്ഞതായിട്ട് ഇങ്ങനെ വാർത്തകളിൽ കണ്ടു. സുധാകരൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് PV അൻവർ പ്രതിപക്ഷ നേതാവ് മാത്രമായിട്ട് അങ്ങനെ ഒരു തീരുമാനം എടുത്തു, ബാക്കി എല്ലാവരും ഞങ്ങളുടെ ഒപ്പാണെന്ന് പറയുമ്പോൾ ഈ പാർട്ടിക്കകത്ത് തീരുമാനങ്ങൾ എടുക്കുന്നത് പ്രതിപക്ഷ നേതാവ് ഒറ്റയ്ക്കല്ല എന്ന് സുധാകരൻ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പ്രതിപക്ഷ നേതാവ് ഒറ്റയ്ക്ക് തീരുമാനിക്കേണ്ട എന്ന് പറഞ്ഞു എന്നുള്ള പോലെ ആവുകയാണ്. അങ്ങനെ അതൊരു ഫെയർ ആയെന്ന് എനിക്ക് തോന്നി. അല്ലല്ല, അത് അൺഫെയർ തന്നെയാണ്. എനിക്ക് ശ്രീ മാത്യു കുഴൽനാടൻ, അത് ഐ അഡ്മിറ്റ്, അത് അൺഫെയർ ആണ്. മാത്രമല്ല അദ്ദേഹം പറഞ്ഞ ഭാഗങ്ങളായിരുന്നില്ല ആ നിലയ്ക്ക് വാർത്തയായിട്ട് വന്നത്. അതിലെനിക്ക് താങ്കൾ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നുണ്ട്.